ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 12. രാവിലത്തെ മീറ്റിങ്ങും ട്രെയിനിങ്ങും കഴിഞ്ഞ് നമ്മൾ വർക്കിനിറങ്ങിയപ്പോഴേക്കും റോഡിൽ നല്ല രീതിയിൽ തിരക്ക് കൂടിയിരുന്നു. ആമ്പല്ലൂരും ടോളിന്റെ ഭാഗത്തും ഒരുപാട് സമയം നമുക്ക് നഷ്ടമായി. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ കാണാനിരുന്ന പല കസ്റ്റമേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വന്നു. കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞപ്പോൾ റോഡ് കാലിയായി കിടക്കുന്നു. അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റിവെച്ചതിനാൽ സമയം ഒരുപാട് ബാക്കിയും. മിച്ചം വന്ന സമയം എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് FM-ൽ ന്യൂ ഇയർ പ്രമാണിച്ച് വ്ളോഗിങ്ങും യൂട്യൂബ് ചാനലും തുടങ്ങിയവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കണ്ടത്. നമ്മളുടെ ചാനലൊരു ഫ്രീ പ്രൊമോഷൻ ആവുമല്ലോ എന്ന് കരുതി വിളിക്കാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ട് അവരുടെ നമ്പർ മാത്രം കിട്ടിയില്ലെന്നേ. ഇനി മറ്റൊരു ദിവസത്തിൽ FM-ലേക്ക് വിളിക്കാമെന്ന് കരുതി യാത്ര തുടർന്നു. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിലേക്കുള്ള യാത്രയിൽ എല്ലാവരുടെയും മനസ്സ് കവരുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പീച്ചി ചുവന്നമണ്ണ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കനാലാണിത്. നാഷണൽ ഹൈവേയുടെ കുറുകെ പോകുന്ന ഈ കനാല് അതിന്റെ വ്യത്യസ്തമായ നിർമ്മിതി കൊണ്ടും നിറം കൊണ്ടും എല്ലാവരുടെയും മനസ്സ് കവരുമെന്നുള്ളത് ഉറപ്പാണ്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ വരുന്നത് കുതിരാൻ തുരങ്കം തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ എപ്പോഴും പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും. തുരങ്കം വരുന്നതിന് മുന്നേ 2 മണിക്കൂറിലധികം വേണ്ടി വരുമായിരുന്നു പാലക്കാട്ടിലേക്ക് എത്തുവാനായിട്ട്. ലോറികളും മറ്റുള്ള ചരക്ക് വാഹനങ്ങളെല്ലാം ഒരുപാട് സമയമെടുത്താണ് ഇതിലൂടെ കടന്നു പോകാറ്. ഇപ്പോഴുള്ള തുരങ്കത്തിന്റെ ഇടതുവശത്ത് കാണുന്ന ഈ അടഞ്ഞു കിടക്കുന്ന വഴിയായിരുന്നു പഴയ നാഷണൽ ഹൈവേ. എപ്പോഴും ഈ വഴിക്ക് പോകുമ്പോൾ ഇതിലെ പഴയ വഴിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറെ സമയം ബാക്കിയുള്ളതിനാൽ അതൊന്ന് പോയി കാണാമെന്ന് തീരുമാനിച്ചു. തുരങ്കം കഴിഞ്ഞ് മെയിൻ വഴിയിലെത്തി ആദ്യത്തെ ഇടതുവശത്തെ വഴിയിലേക്ക് തിരിഞ്ഞാൽ ആ പഴയ വഴിയിലൂടെ പോകാൻ കഴിയും. മെയിൻ വഴി അല്ല എന്നുണ്ടെങ്കിലും ഇതിലൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോഴും വീടുകളും ഉണ്ട്. ലൂസിഫറിൽ കാണുന്ന പള്ളി പോലെ ഒരു പൊളിഞ്ഞ പള്ളിയും ഈ ഏരിയയിലുണ്ട്. ആനയെല്ലാം വരുന്ന സ്ഥലമാണെന്ന് ബോർഡും കണ്ടു. വനം വകുപ്പിന്റെ ഓഫീസും ഈ വഴിയിൽ തന്നെയാണ്. ഈ വഴിയിലൂടെ വരുമ്പോൾ പണ്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ അമ്പലം ഉണ്ടോ എന്ന് നോക്കുകയായിരുന്നു നമ്മളുടെ പ്രധാന ലക്ഷ്യം. കുതിരാൻമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. കുതിരാനിലെ ഈ പഴയ വഴി വലിയൊരു കയറ്റം തന്നെയായിരുന്നു. പല വണ്ടികളും വലിയ മുട്ടി വഴിയിൽ നിന്നു പോവുക പതിവായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ബസ്സിൽ നിന്നും കണ്ടക്ടർ ചില്ലറ പൈസകൾ ഇങ്ങോട്ട് വലിച്ചെറിയുന്നത് കൗതുകത്തോടെ പണ്ട് നോക്കി നിൽക്കാറുണ്ട്. പാലക്കാട് പണ്ട് തമിഴ്നാടിന്റെ ഭാഗമായിരുന്നതിനാലായിരിക്കണം ഇവിടെയുള്ള പല നിർമ്മിതികൾക്കും ഒരു തമിഴ്നാടൻ ടച്ചാണുള്ളത്. അപ്പുറത്തൂടെ ഇത്ര വലിയ ഹൈവേ പോകുന്നുണ്ടെന്നൊന്നും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അനുഭവപ്പെടില്ല കേട്ടോ. ശാന്തമായ കുളിർക്കാറ്റും കൂടെ കിളികളുടെ ശബ്ദവുമാകുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തോന്നുന്നത്. ഈ വഴിയുടെ 2 വശവും ഇപ്പോഴും അഗാധമായ കൊക്കകളാണ്. പണ്ട് ഇതിലൂടെ വലിയ വണ്ടികളെല്ലാം ഓടിച്ചു കൊണ്ടുപോയിരുന്നവർ എത്ര വലിയ റിസ്ക്കാണ് എടുത്തിരുന്നതല്ലേ. മുൻപരിചയമില്ലാത്ത ഏതോ ലോറിയിൽ ഞാനും ഫ്രണ്ട്സും പണ്ട് ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതെല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. എൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ ഡ്യൂട്ടി ടൈമിലാണോ കറക്കം എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരോടെല്ലാം എനിക്ക് ഇതേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ കാണാം.